വിജയസാധ്യതയില്ലാത്ത പേരാവൂരിൽ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതൃപ്തി അറിയിച്ച് കെ ശൈലജ. വിമർശനങ്ങളെ മുൻവിധിയില്ലാതെ സമീപിച്ച് അണികളെ കേട്ട് മുന്നോട്ടു പോകണമെന്ന KN ബാലഗോപാൽ, P രാജീവ്, M സ്വരാജ് എന്നിവരുടെ ആവശ്യം സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. TK ഗോവിന്ദൻ അടക്കമുള്ളവരെ വർഗവഞ്ചകരെന്ന് വിളിക്കാനില്ല എന്ന് TP രാമകൃഷ്ണൻ LDF കൺവീനർ പറഞ്ഞു. ബിനോയ് വിശ്വം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന ആവശ്യം CPI-യിൽ ഉയർന്നു തുടങ്ങി. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ അറിയിച്ചിട്ടും നിർബന്ധിച്ച് പേരാവൂരിൽ മത്സരിപ്പിച്ചതിൽ കെ ശൈലജ കടുത്ത അതൃപ്തിയിലാണ്. പാർട്ടിക്കേറ്റ കനത്ത തോൽവി പരിശോധിക്കാൻ 12 മണിക്കൂർ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തന്നെ മത്സരിപ്പിച്ച് മനഃപൂർവ്വം തോൽപ്പിച്ചെന്നുള്ള വികാരം കെ ശൈലജ ഉയർത്തിയത്. പാർട്ടിയിൽ യാഥാർത്ഥ്യ ബോധ്യത്തോടെയുള്ള തിരുത്തൽ വേണമെന്നാവശ്യപ്പെട്ട് P രാജീവും KN ബാലഗോപാലും M സ്വരാജും സെക്രട്ടേറിയറ്റിൽ നിലപാട് ഘടിപ്പിച്ചു. അതോടെയാണ് ബ്രാഞ്ച് മുതൽ പാർട്ടി അംഗങ്ങളെ കേൾക്കാനുള്ള തീരുമാനം നേതൃത്വം എടുത്തത്. അസാധാരണമായ തരത്തിൽ സംഘടന ഒട്ടാകെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പല തലങ്ങളിൽ യോഗം ചേരാൻ പോവുകയാണ്. നേതൃത്വ തലങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന സഖാക്കൾ പാർട്ടി കമ്മിറ്റിയിലെ സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നടിച്ച് നിങ്ങൾക്ക് പറയാം. അതിനിടെ പാർട്ടി വിട്ടവർക്ക് തെറ്റുതിരുത്തി തിരിച്ചു വരാമെന്ന വികാരം LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ പങ്കുവച്ചു. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം അവർ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല. ഞങ്ങളുടെ നിലപാട് അങ്ങനെ വിട്ടുപോകുന്ന ആളുകളെല്ലാം തിരിച്ചു വരണമെന്നാണ്. അത് ഇവർക്കെല്ലാം പെടും. തിരിച്ചു വരാൻ കഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനിടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഉന്നം വെച്ച് നേതൃയോഗത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. ബിനോയിയെ മാറ്റി പ്രകാശ് ബാബുവിനെ സെക്രട്ടറി ആക്കണമെന്നാണ് എതിർവിഭാഗത്തിന്റെ ആവശ്യം. ചാത്തന്നൂരിൽ BJPക്ക് സീറ്റ് നൽകിയത് ബിനോയ് വിശ്വത്തിന്റെ തെറ്റായ സ്ഥാനാർത്ഥി നിർണയമാണെന്ന കുറ്റപ്പെടുത്തലുമുണ്ടായി. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.